തെലങ്കാനയിൽ മികച്ച രീതിയിലാണ് രേവന്ത് റെഡ്ഡി സർക്കാർ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയുമാണ്. നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന ലേബൽ സ്വന്തമാക്കിയാണ് രേവന്ത് റെഡ്ഡി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോഴും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഒന്ന് ഉഷാറാക്കാനാണ് രേവന്ത് റെഡ്ഡി ശ്രമിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തെലങ്കാനയിൽ നിന്ന് ഒരു സീറ്റ് പുറത്തേക്ക് പോകില്ലെന്ന് രേവന്ത് റെഡ്ഡി ഉറപ്പിച്ചു തന്നെ പറയുകയാണ്. എങ്കിലും ചില ഘടകങ്ങൾ കോൺഗ്രസിന് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതിലൊന്ന് തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദിനെ ചുറ്റിപ്പറ്റിയാണ്. കാരണം തെലങ്കാനയിൽ കോൺഗ്രസ് ജയിച്ചു എന്നത് സത്യമാണ്, പക്ഷേ ഹൈദരാബാദിനെ സംബന്ധിച്ച് കോൺഗ്രസ് പരാജയമായിരുന്നു എന്നതാണ് സത്യം. തെലങ്കാനയിൽ ആകെയുള്ള 119 മണ്ഡലങ്ങളിൽ 64ലും വിജയിച്ചുകൊണ്ടായിരുന്നു തെലങ്കാനയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് അധികാരം പിടിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം നേരത്തെ സൂചിപ്പിച്ച ഹൈദരാബാദിൽ തട്ടി നിൽക്കുമോ എന്നാണ് പാർട്ടി ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. സംസ്ഥാന തലസ്ഥാന മേഖലയിൽ 24 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. എന്നാൽ ഇവിടെ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഇല്ലെന്നുള്ള സത്യം ഇപ്പോഴും കോൺഗ്രസ് ഉൾക്കൊണ്ടിട്ടില്ല. AIMIM പതിവ് പോലെ 7 സീറ്റുകൾ നേടിയപ്പോൾ ഒരിടത്ത് BJPയും വിജയിച്ചു. ബാക്കിയുള്ള 16 മണ്ഡലങ്ങളിലും BRSനായിരുന്നു വിജയം. നവംബർ 30 നടന്ന തെരഞ്ഞെടുപ്പിൽ ഗ്രേറ്റർ ഹൈദരാബാദിൽ കോൺഗ്രസ് പൂർണ്ണമായും തകർന്നടിഞ്ഞെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലെയും മറ്റ് പട്ടണങ്ങളിലെയും പ്രകടനമാണ് കോൺഗ്രസിന് കരുത്തായത്. ഗ്രേറ്റർ ഹൈദരാബാദ് മേഖലയിൽ 4 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അവയിൽ 2 എണ്ണം ഹൈദരാബാദും സെക്കന്ദരാബാദും ഉൾപ്പെടെ പൂർണ്ണമായും ഗ്രേറ്റർ ഹൈദരാബാദ് പരിധിക്ക് കീഴിലാണ്. മാൽക്കജിരിയിൽ തലസ്ഥാനത്തെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 എണ്ണവും ചെവ്വല്ലയിൽ രാജേന്ദ്രനഗർ, സെരിലിംഗപ്പള്ളി എന്നിവയുമാണ് ഉൾപ്പെടുന്നത്. തെലങ്കാന കോൺഗ്രസ് അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡി 2019 മൽക്കജ്ഗിരി ലോക്സഭാ സീറ്റിൽ വിജയിച്ചിരുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം. അതോടെ ഈ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നത് ഭരണകക്ഷിക്ക് ഇപ്പോൾ അഭിമാനകരമായ വിഷയമായി മാറിയിരിക്കുകയാണ്. എന്നിരുന്നാലും 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാൽക്കജ്ഗിരി ലോക്സഭാ സീറ്റിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് BRSനോട് തോൽക്കുകയും ചെയ്തു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാൽക്കജ്ഗിരി, ഉപ്പൽ, LB നഗർ എന്നീ നിയമസഭാ സീറ്റുകളിൽ രേവന്തിന് ഭൂരിപക്ഷം ലഭിച്ചുവെന്നതാണ് പ്രതീക്ഷ നൽകുന്ന ഏക ഘടകം. 2019 2009 ഈ സീറ്റ് കോൺഗ്രസ് നേടിയപ്പോൾ 2014 TDPയാണ് ഇവിടെ ജയിച്ചത്. മൈനാമ്പള്ളി, ഹനുമന്ത് റാവു, ഹരിവന്ദൻ റെഡ്ഡി, K ലക്ഷ്മൺ റെഡ്ഡി എന്നിവർ ഈ സീറ്റിൽ കണ്ണുവെക്കുന്നുണ്ട് എങ്കിലും മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം എന്നാണ് ലഭിക്കുന്ന വിവരം. ചെവ്വല്ലയാണ് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു ലോക്സഭാ സീറ്റ്. മണ്ഡലത്തിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ പാർഗി, വികാരാബാദ്, തണ്ടൂർ എന്നിവ കോൺഗ്രസ് നേടിയപ്പോൾ ശേഷിക്കുന്ന 4 സീറ്റുകളായ മഹേശ്വരം, രാജേന്ദ്രനഗർ, സെരിലങ്കപ്പള്ളി, ചെവ്വല്ല എന്നീ സീറ്റുകൾ BRSും നേടി. അതുകൊണ്ട് തന്നെ വലിയ റിസ്ക് എടുക്കാതെ തന്നെ പാർട്ടി സംവിധാനങ്ങൾ പൂർണ്ണമായും ഹൈദരാബാദിലേക്ക് കേന്ദ്രീകരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഹൈദരാബാദ് മേഖലയിലുള്ള സീറ്റുകൾ ഒന്നുപോലും വിട്ടുകൊടുക്കില്ലെന്ന് രേവന്ത് റെഡ്ഡി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.